ഹായ് ഡിയേഴ്സ്, നിങ്ങളുടെ ഏതൊരാഗ്രഹവും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കാണ് ദൈവത്തിന് കത്തെഴുതുക. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്, എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടിയാണിത്. ഇത് നിങ്ങളുടെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാം. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിനായാലും ശരി, റിലേഷൻഷിപ്പിനുള്ള കാര്യമായാലും, ആരോഗ്യത്തിനായാലും, ജോലിക്ക് വേണ്ടിയായാലും ഒക്കെ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചെയ്യാം. ഇനി നിങ്ങൾ ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഒരു ശാന്തമായൊരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷം ആ പേപ്പറിൽ ഡിയർ ഗോഡ് എന്ന് എഴുതുക, എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ എന്ന് എഴുതുക. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് നന്ദിയുടെ ഒരു കത്താണ്. ആദ്യം നിങ്ങൾക്കുള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടെങ്കിൽ അതിന് നന്ദി പറയുക. അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുക. അങ്ങനെ നിങ്ങൾക്കുള്ളതിന് നിങ്ങൾ ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ നേടിയെടുക്കേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞതായിട്ട് നന്ദി പറയാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയാണ് വേണ്ടതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ, എൻ്റെ പ്രാർത്ഥന കേട്ട് ഞാൻ ആഗ്രഹിച്ച ജോലി, ആ ജോലി എന്താണെന്ന് എഴുതുക. എവിടെയാണ് വേണ്ടത്, എത്ര രൂപ സാലറിയിലാണ് വേണ്ടതെന്ന് എഴുതുക. അതായത് ഞാൻ ആഗ്രഹിച്ച ജോലി 1,00,000 രൂപ സാലറിയിൽ ഇന്ന സ്ഥലത്ത് നൽകി അനുഗ്രഹിച്ചതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. ഇനി ആ ജോലിയിൽ നിന്നുള്ള ശമ്പളം കൊണ്ട് എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റി, അതുപോലെ തന്നെ കുറച്ച് പൈസ സേവ് ചെയ്യാൻ സാധിച്ചു, എൻ്റെ ഫാമിലിയുമായിട്ട് യാത്ര പോകാനായിട്ട് എനിക്ക് സാധിച്ചു, ഇതിനെല്ലാം ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ ഫീലോടുകൂടി നന്ദി എഴുതുക. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഇനി റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ ബന്ധം ശരിയായതിന് നന്ദി, സന്തോഷകരമായി പോകുന്നതിന് നന്ദി എന്ന് എഴുതുക. അതിൻ്റെ ഗുണങ്ങൾ എഴുതുക. അതായത് നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ശരിയാകുമ്പോൾ നിങ്ങൾക്കുള്ള മാറ്റങ്ങൾ അവിടെ എഴുതുക, നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. ഇനി പണമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര തുകയാണോ വേണ്ടത് അത് ലഭിച്ചു കഴിഞ്ഞതായിട്ട് വേണം എഴുതാനായിട്ട്. പണം ലഭിച്ചപ്പോൾ അതെന്തിനൊക്കെ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചു എന്ന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. ഇത് 21 ദിവസം തുടർച്ചയായിട്ട് തന്നെ എഴുതണം. ഇനി ഈ 21 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ പേപ്പറെല്ലാം കൂടി നിങ്ങൾ കത്തിച്ച് കളയുക. എന്നിട്ട് അത് നടന്നു കഴിഞ്ഞ രീതിയിൽ തന്നെ ഇരിക്കുക. അതിലൊരു യാതൊരു സംശയവും പാടില്ല. അപ്പോൾ വളരെ വേഗത്തിൽ മാനിഫെസ്റ്റേഷൻ നടക്കും. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾക്കുള്ള മാറ്റം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.